മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പാഠാവലിയാണ്. അതായത് മലയാളം ഫസ്റ്റ് ആണ്. നമ്മൾ മലയാളം സെക്കൻഡ് മാത്രമല്ലല്ലോ, ഓണപരീക്ഷയ്ക്കൊക്കെ നമുക്ക് മലയാളം ഫസ്റ്റും കൂടെ പഠിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് മലയാളം ഫസ്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, അതിൽ ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് വരിക, എങ്ങനെയാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് സാധ്യതയുള്ളത് അല്ലെ, ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, മലയാളം ഫസ്റ്റിൽ നമുക്ക് 5 യൂണിറ്റുകളാണുള്ളത്. 5 യൂണിറ്റിലെയും പാഠഭാഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ യൂണിറ്റിന്റെ പേരാണ് ഉള്ളിലുയർക്കും മഴവില്ല്. അതില് 3 പാഠഭാഗങ്ങളുണ്ട്. സുഹൃതഹാരങ്ങൾ, അമ്മ, പാത്തുമ്മയുടെ ആട്, ഒരു സത്യമായ കഥ. രണ്ടാമത്തെ യൂണിറ്റ് ഭൂമിയാകുന്നു നാം എന്ന യൂണിറ്റാണ്. അതിൽ ആന ഡോക്ടർ, പുളിമാവ് വെട്ടി, പ്രകൃതി പാഠങ്ങൾ. മൂന്നാമത്തെ യൂണിറ്റ് കർമ്മോത്സുകതയുടെ ലാവണ്യമുദ്രകൾ എന്നാണ് മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര്. തരിശു നിലങ്ങളിലേക്ക്, അച്യുതം മാമ, നിങ്ങളും നിങ്ങളുടെ ജോലിയും. ഇത്രയുമാണ് 3 യൂണിറ്റുകളിലുള്ളത്. നാലാമത്തെ യൂണിറ്റ് ഉജ്ജ്വല ഹൃദയ സ്പന്ദനങ്ങൾ എന്നാണ് നാലാമത്തെ യൂണിറ്റിന്റെ പേര്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, അരുവിപ്പുറത്തു നിന്നൊരു സന്ദേശം, കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ, വിടില്ല ഞാൻ ഈ രശ്മികളെ, തത്തക്കൂട്, ചിരിയുടെ അരങ്ങേറ്റം, മധുരക്കിഴങ്ങിന്റെ രുചി. ഇത്രയുമാണ് ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് മലയാളം ഫസ്റ്റിൽ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ. നിങ്ങൾക്ക് അറിയാലോ, മലയാളം സെക്കൻഡിനെ അപേക്ഷിച്ച് കുറേയധികം പാഠഭാഗങ്ങൾ കൂടുതലുള്ളതും ഉള്ള പാഠഭാഗങ്ങൾ കുറച്ചധികം പഠിക്കാനൊക്കെ ഉള്ളത് എവിടെയാണ്? മലയാളം ഫസ്റ്റിലാണ്. ടെൻഷൻ ആവണ്ട, നമ്മളിവിടെ കൂടെ തന്നെയുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററും എന്ത് ചെയ്യടാ, ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏതൊക്കെ യൂണിറ്റ്, ഏതൊക്കെ പാഠഭാഗങ്ങൾ ഉണ്ടെന്ന് അറിയാമോ? ഇതാ, ഉള്ളിലുയർക്കും മഴവില്ല് എന്ന യൂണിറ്റിലെ സുഹൃതഹാരങ്ങൾ, അമ്മ, പാത്തുമ്മയുടെ ആട്, ഭൂമിയാകുന്നു നാം എന്ന യൂണിറ്റിലെ ആന ഡോക്ടർ, പുളിമാവ് വെട്ടി, പ്രകൃതി പാഠങ്ങൾ വരെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ യൂണിറ്റ് നമുക്ക് നോക്കാം അല്ലെ. ഉള്ളിലുയർക്കും മഴവില്ല് എന്നാണ് നമ്മളുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് അല്ലെ. ഈ യൂണിറ്റിൽ കുറേ പാഠഭാഗങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ യൂണിറ്റിൽ ഒന്നിൽ ഏതൊക്കെയാണ്? 3 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ മാനവികതയുടെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെ, മാനവികതയെ അഭിസംബോധന ചെയ്യുന്ന, അതിന്റെ തലങ്ങളെ അഭിസംബോധന ചെയ്യുന്ന 3 വ്യത്യസ്ത പാഠഭാഗങ്ങളാണുള്ളത്. നോക്കൂ, ആശാൻ എഴുതിയിട്ടുള്ള ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയിലെ വരികളാണ് കേട്ടോ സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ഏതാണ്? അമ്മ എന്ന മാധവിക്കുട്ടിയുടെ ഒരു കഥാഭാഗമാണ്. പ്രായമായ ഒരു അമ്മയുടെ കഥ പറയുന്ന അല്ലെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് അമ്മ എന്ന പാഠഭാഗം. മൂന്നാമത്തത് പാത്തുമ്മയുടെ ആട്, ഒരു സത്യമായ കഥ അല്ലെ. ഇത് ഒരു ജീവചരിത്ര കുറിപ്പാണ്. ആരെ കുറിച്ചാണ്? ബഷീറിനെ കുറിച്ച് MK സാനു എഴുതിയ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് നമ്മുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയുമാണ് ആദ്യത്തെ യൂണിറ്റിലുള്ളത്. ഇതൊക്കെ നമുക്ക് ഓണപരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളാണ്. ഓക്കെ, അപ്പൊ ഓരോ യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമുക്കൊരു കവിതയോ കഥയോ ഒക്കെ നമുക്ക് തരാറുണ്ട് അല്ലെ. നോക്കൂ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഉള്ളിലുയർക്കും മഴവില്ല് എന്ന യൂണിറ്റിന്റെ പ്രവേശകമായി തന്നിട്ടുള്ളത് ഇതാ ഒരു കവിതയാണ് അല്ലെ. ആരെ എഴുതിയെന്ന് അറിയാമോ നിങ്ങൾക്ക്? മലയാളത്തിലെ വളരെ പ്രസക്തനായിട്ടുള്ള ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ആധുനിക കവികളിൽ പ്രമുഖനായിട്ടുള്ള KG ശങ്കരപ്പിള്ള എഴുതിയിട്ടുള്ള വരികളാണ്. നോക്കൂ നിങ്ങൾ, അഭിമുഖമാണ് കേട്ടോ. ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ, അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഏറ്റവും ആവശ്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. നമുക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ഏറ്റവും ഇഷ്ടം ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എപ്പോഴും സെൽഫ് റെസ്പെക്ട് ഉണ്ടാവണം, സെൽഫ് ലവ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പോസിറ്റീവ് അർത്ഥത്തിൽ അല്ലെ. എന്നാൽ ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ്? ഈ ഒരു കവിതയിലൂടെ ഈ പറയുന്ന സെൽഫ് ലവിന് അപ്പുറത്തേക്ക് സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആധുനികതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. അങ്ങോളം ഇങ്ങോളം എന്താണ്, ഒരാൾ മരണാസന്നനായിട്ട് കിടക്കും അല്ലേ, മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ പോലും അവനവൻ്റെ കാര്യം നോക്കി പോകുന്ന ഒരു തലമുറയായിട്ട് പുതിയ കാലം മാറുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അത് ഫോണിൽ പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമായിരിക്കും, എന്നാൽ ഒന്ന് കൈപിടിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാനോ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊന്നും പുതിയ കാലത്ത് നമ്മൾ കാണാറില്ല അല്ലേ. അപ്പൊ അതേ സെൽഫി ചിത്രം അല്ലെ നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ. അപ്പൊ സ്വാർത്ഥതയുടെ എന്താ പറയാ, ഏറ്റവും ഭീകരമായ
പ്രസന്നമായിട്ടുള്ള ഒരു മുഖത്തെ കാണിക്കുന്ന വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആധുനിക കവികളിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള കവിയാണ് കെ ജി ശങ്കരപ്പിള്ള. 1948 ചവറയിലാണ് അദ്ദേഹം, അല്ലെ, നമ്മുടെ കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഒരുപാട്, അല്ലെ, കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏകദേശം 50 വർഷത്തിലധികം എന്താണ് നമ്മുടെ സാഹിത്യ മേഖലയിൽ, അല്ലെ, ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള കവിയാണ്. അപ്പോൾ ഒരുപാട് കൃതികൾ, അല്ലെ, അദ്ദേഹം എഴുതി. ഓടക്കുഴൽ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, അങ്ങനെ ഒരുപാട് എന്താണ് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ് കെ ജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ആധുനികതയുടെ സ്വഭാവം, അല്ലെ, കാണിക്കുന്ന ഒരു കവിത കൂടിയാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ, ഇല്ലേ, ഈ ഒരു പാഠഭാഗം കേട്ടോ. അപ്പൊ ഇതിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. ആധുനിക മനുഷ്യന്റെ, അല്ലെ, സ്വാർത്ഥതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു എന്താ പറയാ, ആധുനിക മനുഷ്യന്റെ ആ ഒരു, അല്ലെ, കപട ജീവിതത്തെ തുറന്നു കാട്ടുന്ന ഒരു കവിതയാണ് നമ്മുടെ ഈ ഒരു പ്രവേശകമായി തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രവേശകമൊക്കെ നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവേശകത്തൊന്നും എന്ത് ചെയ്യടാ, നമുക്ക് ചോദ്യങ്ങൾ വരും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പ്രവേശകം എന്താണ് നമ്മൾ ഡീറ്റെയിൽ, അത് കഥയായാലും കവിതയായാലും ചിത്രമായാലും അങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രവേശങ്ങൾ തരും. അതും എന്താണ് ചോദ്യരൂപങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ആധുനിക മനുഷ്യന്റെ സ്വാർത്ഥതയെ കവിത എന്ത് ചെയ്യാണ്, വിമർശിക്കുകയാണ് ഈ ഒരു പ്രവേശകത്തിലൂടെ ചെയ്യണേ. ഇപ്പൊ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആധുനിക മനുഷ്യന്റെ പ്രതിനിധിയാണ് ആര്, നമ്മളിവിടെ കാണുന്നില്ലേ, അല്ലെ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്, അത് തീരുന്നില്ലല്ലോ എന്ന് പറയുന്ന സെൽഫി ചിത്രം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഈ ഒരു മനുഷ്യനിലൂടെ സ്വാർത്ഥത, അല്ലെ, തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സ്വാർത്ഥനായ ആധുനിക മനുഷ്യന്റെ പ്രതീകമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കവിതയിലൂടെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് ചിത്രത്തിൽ സെൽഫി എടുക്കുന്ന, അല്ലെ, നിങ്ങൾ കാണുന്നില്ലേ, ചിത്രത്തിൽ സെൽഫി എടുക്കുന്ന ഒരാളുടെ പടമാണ് നമ്മൾ കാണുന്നത്. അയാൾ എന്ത് ചെയ്യുന്നു, സെൽഫികൾ എന്ന് പറയുന്നത് എന്താണ്, സ്വന്തം മുഖം മാത്രമാണ്, അല്ലെ, വേറെ ആരും ഇല്ല, അല്ലെ. അപ്പൊ ഒരു കാലഘട്ടത്തിൽ സെൽഫി മാത്രം ആഘോഷിക്കപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെ. അപ്പൊ അത് തന്നെ എന്താണ്, ഒരാളുടെ സ്വാർത്ഥതയാണ് കാണിക്കുന്നത് എന്നാണ് കവിതയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചുറ്റുപാടിനെ അറിയുന്നില്ല, സമൂഹത്തെ അറിയുന്നില്ല, സ്വന്തം സ്വത്വബോധത്തിൽ, സ്വത്വത്തിൽ ഒതുങ്ങി മാത്രം ജീവിക്കുന്ന മനുഷ്യനെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രതീകവൽക്കരിക്കുന്നത്. അതുപോലെ പ്രകൃതി സ്നേഹം ആവട്ടെ, സഹജീവികളോട്, തൻ്റെ ചുറ്റുപാടിനോടുള്ള സ്നേഹം, തൻ്റെ സഹജീവികളോട്, മറ്റു മനുഷ്യരോട്, അല്ലെ, നമ്മുടെ ഹെൽപ്പ് ആവശ്യപ്പെടുന്ന, അങ്ങനെ ആരെയും കാണുന്നില്ല, ഒന്നും തിരിച്ചറിയുന്നില്ല. താൻ എന്നതിൽ മാത്രം എന്ത് ചെയ്യുന്നു, ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്, അല്ലെ. അതേപോലെ മുതലാളിത്തം, വ്യവസായവൽക്കരണം, യന്ത്രവൽക്കരണം തുടങ്ങിയ നിരവധി മാറ്റങ്ങൾ, നിരവധി കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, പരിവർത്തിപ്പിക്കപ്പെട്ട മനുഷ്യൻ, അല്ലെ, സ്വാർത്ഥനായ മനുഷ്യനെ എന്ത് ചെയ്യാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുകയാണ്. അപ്പൊ ജീവിത മൂല്യങ്ങളൊക്കെ തിരസ്കരിച്ച്, അല്ലെ, സ്വന്തം നേട്ടത്തെ മാത്രം മുന്നിൽ കാണുന്ന മനുഷ്യരെ, അല്ലെ, തന്നെ മാത്രം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്, തൻ്റെ സ്വന്തം, അല്ലെ, അഭിരുചികളിൽ ഇങ്ങനെ അഭിരമിച്ച് ജീവിക്കുന്ന മനുഷ്യരെയാണ് എന്ത് ചെയ്യുന്നത് ഒരു കുഞ്ഞു ചിത്രമാണ്, കുഞ്ഞു 2-3 വരികളാണ്, പക്ഷെ അതിൽ ഒരുപാട് ആഴത്തിലുള്ള ചിന്തകളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വരികളിലൂടെ കവി അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മനോഭാവം ഒരിക്കലും ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ മനുഷ്യന് പറ്റുന്നില്ല. നമുക്ക് എല്ലാവരുമായിട്ട് എന്ത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെ, എല്ലാവരുമായിട്ട് സഹകരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ മനുഷ്യന്. അപ്പം അങ്ങനെ ഒറ്റപ്പെട്ട്, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും വേർതിരിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിതം കടന്നു പോകാൻ പറ്റില്ല. സോഷ്യൽ ആനിമൽ എന്നൊക്കെയാണ് നമ്മൾ മനുഷ്യരെ കുറിച്ച് പറയുക, അല്ലെ. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെപ്പോഴും എന്ത് ചെയ്യണു, ഇങ്ങനെ സ്വാർത്ഥരായിരിക്കും എന്നുള്ളൊരു സൂചനയാണ്. അപ്പൊ സ്വാർത്ഥത എന്ന മനോഭാവത്തെ വിരോധോക്തിയിലൂടെ എന്ത് ചെയ്യാണ്, വിമർശിക്കുന്ന കവിത കൂടെയാണ് ഈ ഒരു, അല്ലെ, നമ്മുടെ പാഠഭാഗം, അല്ലെങ്കിൽ ഈ ഒരു പ്രവേശകം, അഭിമുഖം എന്ന് പറയുന്ന പ്രവേശകത്തിലൂടെ എന്ത് ചെയ്യുന്നത് കവി സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാർത്ഥതയെ വിമർശിക്കുന്ന ഒരു കവിതയായിട്ട് അതിനെ മനസ്സിലാക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ എന്താണ് നമുക്ക്, അല്ലെ, ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെടുന്ന 3, അല്ലെ, ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ഏതാണ്, 3 പാഠഭാഗങ്ങളാണ്. സുഹൃതഹാരങ്ങള്, അമ്മ, അതേപോലെ നമ്മുടെ ബഷീറിന്റെ, അല്ലെ, ബഷീറിനെ കുറിച്ച് നമുക്ക് സാനു എഴുതിയിട്ടുള്ള നമ്മുടെ ജീവചരിത്ര ഭാഗവും, അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഓരോരോ പാഠഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രവേശകം പഠിച്ചല്ലോ, അല്ലേ. അപ്പോൾ അടുത്ത യൂണിറ്റ് പഠിക്കണം, അടുത്ത ചാപ്റ്റേഴ്സ് പഠിക്കണം. ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് നമുക്ക് പരീക്ഷയിലേക്കുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ വർഷങ്ങളായിട്ട് മക്കൾ സൈലം കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സൈലത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മളിൽ പലരും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മളുടെ ആപ്പ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് വളരെ ഡീറ്റെയിൽ
ഡീറ്റെയിൽ ആയിട്ട് തന്നെ അല്ലേ, നമ്മൾ തലേ ദിവസം ഒന്ന് ലൈവ് കണ്ടാലൊന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് പുതിയ മാറിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റേഴ്സും ഇതേപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആപ്പ് ഇതുവരെ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വേഗം നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. സൈലത്തിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി വേണ്ട ചാപ്റ്റേഴ്സ് താഴെ കമൻറ്റ് ചെയ്യുക. ടീച്ചർ അത് നോക്കിയിട്ടായിരിക്കും അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതേപോലെ ഉണ്ടാവുക. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.